എൻ്റെ പെർഫ്യൂം നിനക്കിരിക്കട്ടെ. അൻസിബ ഋഷിക്ക് തൻ്റെ പെർഫ്യൂം കൊടുത്തിട്ടാണ് പോകുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് മൈ സ്മെൽ എന്ന്. അവരത്രത്തോളം എന്താ പറയേണ്ടത്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു അൻസിബയും ഋഷിയും തമ്മിലുള്ളത്. അപ്പം തിരിച്ച് അഭിഷേകാണെങ്കിലും മിൽമയുടെ ആ ഒരു ഗിഫ്റ്റ് ഋഷീനെ കൊണ്ടാണ് അൻസിബയ്ക്ക് കൊടുപ്പിച്ചത്. എന്നാടാ നീ കൊടുത്തോ എന്ന് അഭിഷേകും പറയുന്നുണ്ടായിരുന്നു. അൻസിബ പറഞ്ഞിരുന്നു എനിക്ക് എൻ്റെ അനിയനെ പോലെയാണ് ഋഷി എന്ന്. ശരിക്കും ഒരു ചേച്ചി അനിയൻ അങ്ങനെ തന്നെയാട്ടോ ഈ ഒരു ബിഗ് ബോസ് കണ്ട എല്ലാവർക്കും ഫീൽ ചെയ്തത്. പല കണ്ടസ്റ്റൻസും, പലതല്ല, ഒരു കണ്ടസ്റ്റൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെയും മറ്റൊരാളെയും ചേർത്ത് പറയുമ്പോൾ അൻസിബേനെയും ഋഷീനെ കുറിച്ചും എന്താണ് പറയാത്തത്, അവരും ഒരു ലവേഴ്സിനെ പോലെ അല്ലേ എന്ന്. പക്ഷെ സത്യം പറയട്ടെ, ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു സിബ്ലിങ്സ് പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. എനിക്കൊന്നും മാത്രമെന്നല്ല, കുറേ അധികം ആളുകൾക്കും എല്ലാവർക്കും തന്നെ, പുറത്തുനിന്ന് കണ്ട എല്ലാവർക്കും തന്നെ അങ്ങനെ തന്നെയാണ് തോന്നിയത്. മോർ ദാൻ മൈ ഫ്രണ്ട് എന്ന്, ഫ്രണ്ട് എന്നല്ലാതെ അങ്ങനെ ഒരു രീതിയിൽ ഋഷി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഋഷി ഒരു കൊച്ചു കുഞ്ഞ് കരയണ പോലെ, ശരിക്കും ചേച്ചി ഇട്ടിട്ട് പോകുമ്പോൾ ഉള്ളൊരു കരച്ചിൽ പോലെ, അല്ലെങ്കിൽ ചേച്ചി കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു കരച്ചിൽ പോലെ ആയിരുന്നു കേട്ടോ ഋഷി ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്നത്. കുറച്ച് സെലക്റ്റീവാണ് അൻസിബ. എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആകുന്ന, എല്ലാവരോടും സ്നേഹമുണ്ട് എന്ന കുറച്ച് പേരോട് മാത്രം ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യണ ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു അൻസിബ. പുറത്ത് പോകുമ്പോഴും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ ഉണ്ടാവണേ എന്നൊക്കെ ഋഷി പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ഋഷി ശരിക്കും ഒരു ഒട്ടും മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു പാവമായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരാൾ, അഭിഷേക് പറയണ പോലെ. പക്ഷെ അടുത്ത വീക്ക് ഋഷി ഔട്ടാകാനുള്ള സാധ്യതയുണ്ട്. അൻസിബ ഇല്ലാതെ എങ്ങനെ ഋഷീന് ഗെയിം കളിക്കുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അൻസിബിന് ഇഷ്ടമുള്ളവർ ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.